ഹാൻസ് ജോൺ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും വലിയ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്. നമ്മൾ ഈ ജില്ലകളിലെല്ലാം കാണുമ്പോഴും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ആവേശമുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷവും തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിഷൻ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ 11 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഇത്രയധികം ഒരു പോളിംഗ് ഉണ്ടാകുമെന്ന്. പക്ഷേ ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പല ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് ഈ വെയിൽ സമയത്തും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു 85% കടക്കുമോ എന്നാണ് കാണേണ്ടത്. കാരണം ചരിത്രത്തിൽ ഇതുവരെയും 1960-ലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 85% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം. ആ ഒരു കണക്കിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. പക്ഷേ 80% പോളിംഗ് എത്തിയാൽ കൂടിയും വലിയ മുന്നേറ്റം ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഉണ്ടാകും. കാരണം കഴിഞ്ഞ വട്ടം 76% മാത്രമായിരുന്നു പോളിംഗ്. അതിൽ നിന്ന് വലിയ ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്നാണ് കാണേണ്ടത്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണത്തിൽ നിന്നടക്കം വന്നത് SARന്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉയരാനുണ്ടായിരുന്ന കാരണം എന്നാണ്. ഇരട്ട വോട്ടുകൾ അടക്കം ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ വലിയ ഒരു പോളിംഗ് ശതമാനം സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. അത് ഉച്ചയ്ക്ക് 1:30 തന്നെ പുറത്തുവിടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള അപ്ഡേഷൻ അടുത്ത 3 മണിക്കായിരിക്കും ലഭിക്കുക. രുചീഷ്. ശരി ഹാൻസ്, എന്തായാലും നമുക്ക് കാണാം 49.88 എന്ന ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 50% പോകാനിരിക്കുകയാണ് പോളിംഗ് ശതമാനം. എന്തായാലും കേരളത്തിലാകെ വളരെ മികച്ച ഒരു പോളിംഗാണ് ഉച്ചയോടെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷവും സമാനമായി തന്നെ ഈ ചൂടൊക്കെ കുറയുന്ന സമയത്ത് വീണ്ടും ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് കാണാം. എന്തായാലും ഇപ്പോൾ പോലും ഈ ചൂടുള്ള സമയത്തും പല ബൂത്തുകളിലും നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാനാകുന്നത്. എറണാകുളത്തേക്ക് പോയാൽ എറണാകുളത്ത് സൈഫുനിസ അലിയാർ ചേരുകയാണ്. സൈഫുനിസ, നമ്മൾ ഈ കണ്ടതുപോലെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ലയിൽ ആയി മാറിയിരിക്കുന്നു എറണാകുളം. നമുക്കറിയാം വലിയ ആവേശം രാവിലെ മുതൽ കണ്ടു എറണാകുളത്ത്. രാവിലെ മുതൽ തന്നെ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ നല്ല പോളിംഗ് തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത്. ഇതുവരെ, അതായത് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കനുസരിച്ച് 56.84% 56.84% തൃപ്പൂണിത്തുറയിലെ പോളിംഗ്. അതുപോലെ തന്നെ വൈപ്പിനിലാണെങ്കിലും കുന്നത്തുനാടൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ പോളിംഗ് ശതമാനമുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് പറയേണ്ടത് മൂവാറ്റുപുഴയിലാണ് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതൊക്കെ തന്നെ ഇനി അടുത്തുള്ള കൂട്ടികളിലും കിഴിക്കലുകളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ പോലും UDF തരംഗം ഉണ്ടാകുമെന്ന് UDFും ഒപ്പം തന്നെ LDFിൻ്റെ സീറ്റുകളൊന്നും നഷ്ടപ്പെടില്ല, കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കുമെന്ന് LDFും കുന്നത്തുനാട് പിടിക്കുമെന്ന് NDA ഒക്കെ പറയുമ്പോൾ ഈ 50% എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും എന്ന് പറയുന്നത് രാവിലെ മുതൽ സമാധാനപരമായിരുന്നു പലയിടത്തും പോളിംഗ്. നമുക്കറിയാം എറണാകുളം ജില്ല ഒരുപാട് സെലിബ്രിറ്റികളുള്ള സ്ഥലം കൂടിയാണ്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. രഞ്ജി പണിക്കർ, ഒപ്പം തന്നെ മറ്റ് സിനിമാ താരങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ, നവ്യ നായർ, അങ്ങനെ ലാല് തുടങ്ങി നിരവധി പേർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ പറവൂര് KSD ബാലകൃഷ്ണ മെമ്മോറിയൽ കോളേജിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസവും. പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം 50%-ലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിലെ പോളിംഗ്. 50% കടന്ന് മുന്നേറുകയാണ്. എന്തായാലും വലിയ ആവേശം തന്നെ നമുക്ക് ഇപ്പോൾ കാണാം. 1:30 ആകുകയാണ്. ആ സമയത്ത് തന്നെ 50%-ലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 76% കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോളിംഗ്. എന്തായാലും 80%-ന് മുകളിലേക്ക്, 85%-ലേക്ക് എങ്കിലും പോളിംഗ് എത്തിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ആ തരത്തിലേക്ക് പോകുമോ ഈ പോളിംഗ് പെർസെൻറ്റേജ് എന്നത് നമ്മൾ വരുന്ന മണിക്കൂറിൽ കൂടി കണ്ടറിയേണ്ടതാണ്. മലബാറിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ, മലബാറിൽ നിന്ന് കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, എന്തായാലും മലബാറിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ജില്ലകളാണ്. ഓരോ മണ്ഡലത്തിലും അതിൻ്റെ ആവേശം കാണാം. പലപ്പോഴും നമുക്കറിയാം മലബാറിലാണ് വോട്ടിംഗ് ശതമാനവും ഉയർന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കുകളൊക്കെ വരുമ്പോൾ കോഴിക്കോടും കണ്ണൂരും ഒക്കെയാണ് പലപ്പോഴും ഏറ്റവും ഉയർന്ന ജില്ലകളായി നിൽക്കാറുള്ളത്. ആ തരത്തിൽ തന്നെയാണോ ഇപ്പോഴും പോളിംഗ് ഉള്ളത്?
രജീഷ്, മലബാർ മേഖലയിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് മാത്രം അത്ര വേങ്ങരയിൽ ആണ് ഇപ്പോൾ നിലവിൽ വന്നത് വെച്ച് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന തളിപ്പറമ്പ്, പയ്യന്നൂർ, അതോടൊപ്പം തന്നെ പേരാവൂർ, അവിടങ്ങളിലെല്ലാം തന്നെ 50% പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തളിപ്പറമ്പിൽ 49.86, പയ്യന്നൂരിൽ 49.85. ഇവിടെ പേരാവൂരിൽ 48% പോളിംഗ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മത്സരത്തിൻ്റെ അത്രയും ശക്തമായ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ്, അത് പോളിംഗിലും അത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ട് മുന്നണികൾക്കും ആവേശം പകരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കുറവ് പോളിംഗ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എലത്തൂർ മണ്ഡലത്തിലാണ്. എലത്തൂരിലും മറ്റ് മണ്ഡലങ്ങളെല്ലാം തന്നെ നല്ല ശക്തമായ പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം, കുന്നമംഗലം, കൊടുവള്ളി തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും നല്ല പോളിംഗ് നടക്കുന്നു. നഗര കേന്ദ്രീകരിച്ചാണെങ്കിൽ കോഴിക്കോട് സൗത്തിലും അതോടൊപ്പം തന്നെ നോർത്തിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ നോർത്തിലും സൗത്തിലും വിവിധ ബൂത്തുകളിൽ പോയപ്പോഴെല്ലാം ഇപ്പോഴും നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നടക്കാവിലാണ്. നടക്കാവ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ തിരക്കൽപ്പം കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വയനാടിലെ 3 മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് തന്നെ നടക്കുന്നു. മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അത് വേങ്ങര മാത്രമാണ് ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 40-ന് മുകളിലാണ് എത്തിയിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിലെല്ലാം 50-നോട് അടുത്ത് പോളിംഗ് ശതമാനം വരുമ്പോഴാണ് വേങ്ങര മണ്ഡലത്തിൽ അത്രയും കുറവ് വരുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആളുകൾ വന്ന്, വെയിലാറിയതിനൊക്കെ ശേഷം ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്താം എന്നുള്ളതാണോ ആളുകൾ കരുതിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ അത് അത്രയും പോളിംഗ് ശതമാനം അവിടെ കുറഞ്ഞു നിൽക്കുന്നത് എന്തായാലും സ്വാഭാവികമായും ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് വലിയ ചർച്ചകൾക്ക് തന്നെ കാരണമായി മാറിയേക്കാം. എന്തായാലും വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. ശരി പ്രസാദ്, നമ്മൾ കാസർഗോഡേക്ക് കൂടി പോയാൽ കാസർഗോഡ് രതീഷ് വാസ്തവൻ ചേരുകയാണ്. രതീഷ്, നമുക്കറിയാം കാസർഗോഡുള്ള ഓരോ മണ്ഡലങ്ങളിലും അതിൻ്റെ ആവേശം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില സംഘർഷ സാഹചര്യമൊക്കെ തൃക്കരിപ്പൂരിലൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതോടൊപ്പം കാസർഗോഡും മഞ്ചേശ്വരവും ഇതുപോലെ ത്രികോണ പോരാട്ടം നടക്കുന്ന ആവേശവുമുണ്ട്. രുചിഷ്, തീർച്ചയായും നമുക്ക് ആ രീതിയിൽ തന്നെയാണ് ഈ ജില്ലയെ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടത്. ജില്ലയിൽ ആകെ പോളിംഗ് ഇപ്പോൾ 1 മണി വരെയുള്ള വിവരങ്ങളനുസരിച്ച് 42.63% നിലവിൽ പോയിന്റ് ശതമാനമുള്ളത്. അതായത് മണ്ഡലാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് 39.73%, കാസർഗോഡ് 42.5%, ഉദുമ 43.88%, കാഞ്ഞങ്ങാട് 44.21%, തൃക്കരിപ്പൂർ 43.35% വോട്ടർമാരാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും മഞ്ചേശ്വരത്ത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ത്രികോണ മത്സരം നടക്കുന്നതാണ്, വളരെ ശക്തമായ മത്സരം നടക്കുന്നതാണ്. കേരളം ഉൾപ്പെടെ ആകാംക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ അവിടെ പക്ഷേ മറ്റ് മണ്ഡലങ്ങളെക്കാളും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ്. 39.73% വന്നിട്ടുള്ളത്. അത് മുന്നണികളെ അല്പം ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം നിർണായകമാണ്, രാഷ്ട്രീയമായി പോലും നിർണായകമായ ഒരു മത്സരമാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും മഞ്ചേശ്വരവും കാസർഗോഡും പ്രത്യേകിച്ച് അത്തരത്തിൽ പരിഗണിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്ത് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് അല്പം മുന്നണികളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അതിൽ കുറവ് വന്നതെന്നാണ് കരുതുന്നത്. ഉച്ച കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം കൂടുമെന്നാണ് കരുതുന്നത്. എന്തായാലും മറ്റിടങ്ങളിലൊക്കെ തന്നെ 5 മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗാണ് നടക്കുന്നത്. തൃക്കരിപ്പൂർ ഭാഗത്ത് പീലിക്കോട് 137-ാം ബൂത്തിൽ ഒരു കള്ളവോട്ട് ആരോപണം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്നെ ആരോപിക്കുകയുണ്ടായി. അദ്ദേഹം മലേഷ്യയിലുള്ള ഒരു സൂരജ് എന്ന യുവാവിൻ്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയ തെളിവുകളടക്കം പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിച്ചിട്ടും അദ്ദേഹം കള്ളവോട്ടിന് കൂട്ടുനിന്നു എന്നാണ് ആരോപണം. ഈ വോട്ടിലെ റീപോളിങ്ങിന് ഉൾപ്പെടെ ശുപാർശ ചെയ്തുകൊണ്ട് പരാതി നൽകാനും സന്ദീപ് വാര്യർ അടക്കമുള്ള UDF സ്ഥാനാർത്ഥികളും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പലയിടങ്ങളിലും ചെറിയ തോതിൽ ചില സംഘർഷങ്ങൾ ഒഴിച്ചാൽ സമാധാനപരം തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ പോളിംഗ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഉച്ചയോടുകൂടി പോളിംഗ് കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. ഉച്ചവരെ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ 42.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി രതീഷ്, എന്തായാലും വലിയ ആവേശം അവിടെയും കാണാം. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നേരിയ സംഘർഷമുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലും ഈ സ്ഥാനാർത്ഥികൾ കൃത്യമായി തന്നെ ബൂത്തുകൾ സന്ദർശിച്ച് അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള തരത്തിൽ ഉള്ള ഇടപെടലുകൾ നടത്തുന്നു. ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്.